യെസ്, കല്യാണിയുടെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കേണ്ടതുണ്ട്. ഒപ്പം ഈ ഗാർഹിക പീഡനം നേരിട്ട വ്യക്തിയാണ് സന്ധ്യ എന്ന് വരുമ്പോൾ ഈ ഭർത്താവിനെ കൂടി കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിലേക്ക് പോകുന്നുണ്ടോ ഇപ്പോൾ തന്നെ നീക്കങ്ങൾ? കാരണം സന്ധ്യ എന്തുകൊണ്ട് ഈ കുട്ടിയെ താഴേക്ക് ഇട്ടു, അതിന് അവർക്ക് പ്രേരകമായ ഘടകം എന്ത് എന്നത് സംബന്ധിച്ച ആ തരത്തിലുള്ള വിശദാംശങ്ങളിലേക്ക് പോലീസ് ഇപ്പോൾ കടക്കുന്നുണ്ടോ ആജ്ഞ? സന്ധ്യയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സജിത്ത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നു സന്ധ്യ എന്നുള്ള സന്ധ്യയുടെ അമ്മയുടെ ഭാഗത്തു നിന്നും അത്തരം വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. അയൽവാസികളായ 1-2 പേരും ഈ കാര്യത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം നേരത്തെയും ഇങ്ങനെ സന്ധ്യ ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്, ഭർത്താവ് തല്ലിയ ഭർത്താവുമായി വഴക്കിട്ടു എന്ന് പറഞ്ഞിട്ടാണ്. അത് ഭർത്താവിൻ്റെ അമ്മയും നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളോട് തന്നെ അല്ലി അമ്മ, അതായത് സന്ധ്യയുടെ അമ്മ അല്ലി തന്നെ നമ്മളോട് തന്നെ പറയുന്നുണ്ട്, ഭർത്താവിൻ്റെ അമ്മയും ഉപദ്രവിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ നിരന്തരം ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്ന ഒരാളാണ്. കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഇത്തരം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് വീട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഈ അമ്മ ഈ പറഞ്ഞതുപോലെ നമ്മൾ അറിയാതെ മനസ്സിലാക്കാതെ പോകുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ, അതായത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് സന്ധ്യ പോകുന്നതെന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. പക്ഷെ അത് ഈ പറയുന്നത് പോലെ ചികിത്സ തേടണമെന്നോ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് ചികിത്സ വേണ്ടുന്ന ഒരു മാനസികാവസ്ഥയാണെന്നോ ഒന്ന് തിരിച്ചറിയാനുള്ള ഒരു കാര്യപ്രാപ്തി ആ അമ്മയ്ക്ക് ഇല്ലായിരുന്നിരിക്കാം. എന്നിരുന്നാൽ പോലും അമ്മ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്തും ചെയ്യും, അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഏത് തരത്തിലും ഉപദ്രവിക്കും, കൈ കിട്ടുന്നതൊക്കെ എടുത്ത് കുഞ്ഞുങ്ങളെ തല്ലും. അങ്ങനെയാണ് ഈ ടോർച്ച് കൊണ്ട് മൂത്ത കുട്ടിയുടെ തലക്കടിച്ചു, അത് ഈ പറഞ്ഞതുപോലെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലാണ് മനസ്സിലാക്കുന്നത്. നേരത്തെയും കുഞ്ഞുങ്ങൾക്ക് നേരെ കൊലപാതക ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവുകളാണ് ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ എന്തിനാണ് ഈ കുഞ്ഞിനെ അംഗൻവാടിയിൽ നിന്ന് അമ്മ തന്നെ കൂട്ടിക്കൊണ്ടുവരുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തനിയെ പോയി ഈ സന്ധ്യ തന്നെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ ഇന്നലെ 3:30 മണിക്ക് കുഞ്ഞിനെ തിരുവാങ്കുളത്തെ അംഗൻവാടിയിൽ നിന്നും കൊണ്ടുവന്ന് 6 മണിക്കാണ് കുഞ്ഞിനെ മൂഴിക്കുളം പാലത്തിൽ നിന്നും പുഴയിലേക്ക് എറിയുന്നത്. ഇത്രയും സമയം സന്ധ്യ തിരുവാങ്കുളത്തു നിന്നും ആലുവ വരെ യാത്ര ചെയ്ത് വന്ന ശേഷവും ആ തീരുമാനം മാറ്റിയിട്ടില്ല എന്ന് പറയുന്നത് നേരത്തെ ഉറച്ച തീരുമാനമായിരുന്നു. കുഞ്ഞിനെ കൊല്ലണം, കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്നുള്ള ഉറച്ച തീരുമാനമായിരുന്നു എന്നുള്ള നിഗമനത്തിൽ തന്നെ പോലീസ് എന്തായാലും മനഃപൂർവ്വമുള്ള നിരസത്യം തന്നെയാണ് സന്ധ്യയുടെ മേലുള്ളത്. ഇതിൽ മാനസികാരോഗ്യം മാത്രമാണ് ഇനി പരിശോധിച്ചറിയാനുള്ളത്. അതിന് മാനസികാരോഗ്യ വിദഗ്ധൻ എത്തി പരിശോധന നടത്തിയ ശേഷമായിരിക്കും സന്ധ്യയ്ക്ക് മേലുള്ള തുടർ നടപടികൾ ഉണ്ടാവുക. ഞാൻ ഡിവൈഎസ്പിയും അല്പസമയത്തിനുള്ളിൽ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും, അതല്ലെങ്കിൽ സന്ധ്യ അങ്ങോട്ടേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സൈത്ത് സൂചിപ്പിച്ചതുപോലെ ഭർത്താവിനെ ചോദ്യം ചെയ്യുകയും ഭർത്താവിനെതിരെ ഗാർഹിക പീഡനമുണ്ട് എന്നുള്ള ആരോപണം വന്ന സ്ഥിതിക്ക് ഭർത്താവിനെ ചോദ്യം ചെയ്യുകയും അതിൽ നിന്ന് തെളിവുകൾ ലഭിച്ചാൽ ഭർത്താവിനെതിരെ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. സജിത്ത്. യെസ്, ഞാൻ എന്തായാലും തുടരുക, നമുക്ക് കൂടുതൽ അതിലേക്ക് വരാം. ഇതിനിടയിൽ എറണാകുളം തിരുവാങ്കുളത്ത് നിന്ന് കാണാതായി 3 വയസ്സുകാരിക്കായി നടത്തിയത് അസാധാരണമായ തിരച്ചിലാണ്. 8.5 മണിക്കൂർ നീണ്ട തിരച്ചിലിന് ഒടുവിലാണ് ആലുവ മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. മൂഴിക്കുളം പാലത്തിൽ നിന്നും ആജ്ഞ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ വൈകുന്നേരം 3:30 കല്യാണി അമ്മ സന്ധ്യ അംഗൻവാടിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുന്നത്. തിരുവാങ്കുളത്തെ അംഗൻവാടിയിൽ നിന്നും കൂട്ടി കുഞ്ഞിനെ ഓട്ടോയിൽ കയറ്റി ആലുവയിലേക്കാണ്, ഓട്ടോയിൽ ഇറങ്ങി ബസ് സ്റ്റേഷനിൽ നിന്നും ആലുവയിലേക്കാണ് പോയതെന്നാണ് പറയുന്നത്. അതിനിടയിൽ സന്ധ്യ വീട്ടിൽ 7:30 തിരിച്ചെത്തുമ്പോൾ കുഞ്ഞൊപ്പം ഉണ്ടായിരുന്നില്ല. കുഞ്ഞിനെ വഴിയിൽ വെച്ച് മറന്നുപോയി, അല്ലെങ്കിൽ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള തരത്തിലായിരുന്നു സന്ധ്യ ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയിരുന്നത്. അങ്ങനെയാണ് പോലീസും നാട്ടുകാരുമൊക്കെ അതൊരു മിസ്സിംഗ് കേസായി ഏറ്റെടുത്തു. നാട് മുഴുവൻ കല്യാണിയെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലായി. അതിൻ്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിലാകട്ടെ അല്ലാതെ ആകട്ടെ നമ്പറുകൾ ഉൾപ്പെടെ കല്യാണിയെ കണ്ടെത്തുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകൾ ഉൾപ്പെടെ പ്രചരിച്ചു തുടങ്ങി. നാട്ടുകാർ ഒന്നിച്ചു തെരച്ചിലിനിറങ്ങി. ആലുവ റൂറലിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരങ്ങൾ അറിയിച്ചു. എറണാകുളം ജില്ല മുഴുവൻ വ്യാപിച്ചു. ജില്ലയ്ക്ക് പുറത്തേക്കും ആ മെസ്സേജ് പോവുകയുണ്ടായി. അതിനുശേഷമാണ് സന്ധ്യ വെളിപ്പെടുത്തുന്നത്. സന്ധ്യയുടെ മൊഴിമാറ്റം ഒരു വലിയ പ്രശ്നമായി. പോലീസിന് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അതായത് തുടർ അന്വേഷണം നടത്താൻ പോലീസിനെ കൂടുതൽ അത് ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരുന്നു സന്ധ്യയുടെ മൊഴിമാറ്റം ഉണ്ടായിരുന്നത്. അതേസമയം സന്ധ്യ പിന്നീട് പറയുകയാണ്, മൂഴിക്കുളം പാലത്തിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് പുഴയിലേക്ക് എറിഞ്ഞു എന്ന് പറയുകയാണ്. ഈ പാലമാണ് മൂഴിക്കുളം പാലം. ഇവിടെ വെച്ചിട്ടാണ് അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. 3.5 വയസ്സുകാരിയായ തൻ്റെ മകളെ ഒരു അമ്മ ഈ പറയുന്ന പുഴയിലേക്ക് എറിഞ്ഞു കൊല്ലുകയാണ്. വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് ആ സംഭവം. അതേ തുടർന്ന് പിന്നീട് സന്ധ്യയുടെ വാക്ക് വിശ്വസിക്കുക എന്ന് മാത്രമേ പോലീസിന് സാധ്യതയുണ്ടായിരുന്നുള്ളൂ. സന്ധ്യയുടെ വാക്ക് വിശ്വസിച്ച് പോലീസും നാട്ടുകാരും
ചുറ്റുവട്ടത്തുള്ള നീന്തൽ സംഘങ്ങളും സ്കൂബ ടീമും ഒക്കെ എത്തി തിരച്ചിൽ തുടർന്നു. ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ തുടർന്നു. 4.5 മണിക്കൂറിനുള്ളിലെ തിരച്ചിലിനൊടുവിലാണ് ഈ പാലത്തിൻ്റെ 3ാമത്തെ തൂണിൻ്റെ താഴ്വശത്തു നിന്നും കല്യാണിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത്. അങ്ങനെ കല്യാണി നാടിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുവരെ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് കല്യാണി എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകും, ജീവനറ്റ ഒരു ശരീരമാണ് കല്യാണിയുടേത്. കിട്ടുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക്, അത്രയും ദാരുണമായ മോശമായ ഒരു സാഹചര്യത്തിലേക്ക് അത് എത്തിച്ചേരുകയായിരുന്നു. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ആ പാലത്തിൽ നിന്നാണ് കുട്ടിയെ താഴേക്ക് എറിഞ്ഞത്. ആജ്ഞ തുടരുന്നുണ്ട്. ആജ്ഞ, തുടക്കത്തിൽ ഇന്നലെ ഈ വാർത്ത വന്ന നിമിഷത്തിൽ ആദ്യം സന്ധ്യ കൊടുത്ത മൊഴി കുട്ടിയെ കാണാതായി എന്നതാണ്. തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒന്നിച്ചു പോവുകയായിരുന്നു, അതിനിടയിൽ പെട്ടെന്ന് കാണാതായി എന്നതാണ്. പക്ഷേ എങ്ങനെ കാണാതായി എന്നത് സംബന്ധിച്ച് വിശദാംശം നൽകിയിരുന്നില്ല. തുടർ പരിശോധനയിലും വിശദാംശങ്ങൾ തേടലിലുമാണ് പാലത്തിൽ നിന്നും കുട്ടിയെ താഴേക്കിട്ട് എന്ന ഞെട്ടിക്കുന്ന വാർത്ത ഇവർ പങ്കുവച്ചത്. ഇതോടുകൂടിയാണ് തെരച്ചിലിന് പുതിയൊരു വേഗം വന്നത്. അപ്പോൾ 2 തരത്തിൽ അവരുടെ മൊഴിമാറ്റം ഇന്നലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുകയാണല്ലോ. ഈ ചോദ്യം ചെയ്യലിൽ ഇത് സംബന്ധിച്ച മൊഴിമാറ്റുകയോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച പൂർണ്ണമായ വിശദാംശങ്ങളിലേക്ക് വരുന്നുണ്ടോ? എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ പോലീസിന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ സംബന്ധിച്ച്? സജിത്ത്, ഇന്നലെ സജിത്ത് സൂചിപ്പിച്ച പോലെ ആദ്യം ഈ പറഞ്ഞതുപോലെ ഈ സന്ധ്യ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ആലുവയിൽ വെച്ചുള്ള ബസ് യാത്രക്കിടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയി. വീട്ടിൽ എത്തിയപ്പോഴും അമ്മ പറയുന്നത് ഈ തലക്കുമ്പിട്ട് ഒരൊറ്റ ഇരിപ്പായിരുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത്. ആദ്യം പോലീസിനോടും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് ഓർമ്മയില്ല. പിന്നീട് പറയുന്നു ആലുവയിലുള്ള യാത്രയിൽ തിരുവാങ്കുളത്തുനിന്ന് ആലുവയിലേക്കാണ് യാത്ര ചെയ്തത്. ആ യാത്രക്കിടയിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയി, കുഞ്ഞിനെ ബസ്സിൽ നിന്നും ഇറക്കാൻ മറന്നുപോയി. അങ്ങനെയാണ്. അപ്പോൾ ആ തെരച്ചിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ സ്ത്രീയെയും കുഞ്ഞിനെയും കൂടി ബസ് സ്റ്റോപ്പിൽ ഇറക്കി പോകുന്ന ഒരു ദൃശ്യം പോലീസിന് ലഭിച്ചു. അപ്പോൾ പോലീസ് അവരോട് എൻക്വയറി ചെയ്തപ്പോഴും ഓട്ടോറിക്ഷ ഡ്രൈവർ പറയുന്നത് അമ്മയും കുഞ്ഞിനെയും ഇറക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം ഈ കുഞ്ഞിനെ സന്ധ്യ എടുത്തുകൊണ്ടു പോകുന്ന ഒരു ദൃശ്യമാണ് പോലീസിന് കിട്ടിയത്. അത് പരിശോധിച്ച ശേഷം അല്പസമയത്തിനുള്ളിൽ സന്ധ്യ തനിച്ച് നടക്കുന്ന ഒരു വിഷ്വലും കൂടി പോലീസിന് ലഭിച്ചു. ഇതേ സമയത്താണ് ഇതിനിടയിൽ എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് പോലീസിന് മനസ്സിലായതും അതിലെന്തോ ഒരു അപാകതയുണ്ടെന്ന് പോലീസിന് മനസ്സിലായതും പോലീസ് ചോദ്യം ചെയ്യലിൻ്റെ രീതി മാറ്റിയത് അങ്ങനെയാണ്. ആ ശൈലി മാറ്റിയപ്പോഴത്തേക്കും സന്ധ്യ സത്യം പറയുകയാണ് ചെയ്തത്. പക്ഷേ അപ്പോഴും പോലീസിന് ഉറപ്പുണ്ടായിരുന്നില്ല കുഞ്ഞിവിടെ ഉണ്ടാകും എന്ന്. അതുവരെയും ഈ 8.5 മണിക്കൂർ സമയവും കല്യാണിക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നെങ്കിൽ അവസാനത്തെ 4.5 മണിക്കൂറാണ് കുഞ്ഞിനു വേണ്ടി ഈ മൂഴിക്കുളം പാലത്തിന് താഴെയുള്ള തെരച്ചിൽ തുടങ്ങുന്നത്. അങ്ങനെയാണ് അതിനു മുൻപുള്ള 4 മണിക്കൂറും കുഞ്ഞിനെ എവിടെയെങ്കിലും മിസ്സായി. കുഞ്ഞ് ഏതെങ്കിലും ബസ്സിലുണ്ടാവും, അല്ലെങ്കിൽ 3.5 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. ഈ നമ്മൾ പിങ്ക് ഷർട്ടും നീല ജീൻസും ഇട്ട ഒരു പെൺകുട്ടിയെ കണ്ടുകിട്ടുന്നവരൊക്കെ അറിയിക്കേണ്ട നമ്പറുകളൊക്കെ ചാനലുകൾ നമ്മൾ ഉൾപ്പെടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയകളിൽ ആ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. നാട്ടുകാർ മുഴുവൻ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തിരയുന്നുണ്ട്. ആലുവയിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അല്പം ആശങ്കയോട് കൂടിയാണ് ഈ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന്. അതേ ആശങ്ക അത്തരത്തിൽ അല്ലെങ്കിൽ പോലും അതിനേക്കാൾ തീവ്രമായ ഒരു തരത്തിലേക്ക് മാറുന്ന ഒരു അവസ്ഥയിലേക്ക്, സ്വന്തം അമ്മ തന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന ഒരു തരത്തിലേക്ക് അങ്ങനെയാണ് അത് അവസാനിച്ചത്. ഈ തിരുവാങ്കുളത്ത് പാലത്തിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടുവെന്ന് സന്ധ്യ പറയുന്നിടത്തുനിന്ന് പോലീസ് മറ്റൊന്നും ആലോചിക്കാതെ ഈ സ്കൂബ ടീമിനെ കൂട്ടുന്നു, അതുപോലെ ഫയർഫോഴ്സിനെ കൂട്ടുന്നു, നാട്ടുകാർ ഒന്നടങ്കം ഇറങ്ങുന്നു, നാട്ടിലെ നീന്തലറിയാവുന്ന ചെറുപ്പക്കാരൊക്കെ തിരയാനിറങ്ങുന്നു. പിന്നീട് സ്കൂബ ടീം എത്തുന്നു. ഇവരൊക്കെ കൂടി ചേർന്നിട്ട് ഈ തിരച്ചിൽ ഊർജിതമാക്കാൻ 4.5 മണിക്കൂർ, അതായത് അമ്മ പറഞ്ഞെടുത്ത് കുഞ്ഞിനെ ഇട്ടു എന്ന് പറഞ്ഞെടുത്ത് തന്നെയാണ് കുഞ്ഞിനെ തിരഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് ഡിവൈഎസ്പി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അങ്ങനെയാണ് അദ്ദേഹം അതിനുശേഷം ഈ പറയുന്ന വെളിപ്പെടുത്തലനുസരിച്ചിട്ട് ഈ മരച്ചില്ലകൾ വന്ന് തൂണിൻ്റെ താഴ്ഭാഗം അടഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മഴക്കാലത്തൊക്കെ ഒടിഞ്ഞു വരുന്ന മരച്ചില്ലകൾ അവിടെ തന്നെ തങ്ങിയിരിക്കുന്ന വലിയ മരച്ചില്ലകൾ, അതിനിടയിലാണ് ഈ കുഞ്ഞ് തടഞ്ഞിരുന്നത്. അതുകൊണ്ട് അത് അടിയൊഴുക്കിൽപ്പെട്ട് പോകാത്തത് കൊണ്ടാണ്. കാരണം ഇന്നലെ കനത്ത മഴയായിരുന്നു. ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ദുഷ്കരമായി ബാധിക്കുന്ന തരത്തിലേക്കുള്ള തീവ്ര മഴയായിരുന്നു ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരുന്നത്. അതിനിടയിലും നമ്മുടെ ഒപ്പം വന്നിട്ടുള്ള, അതായത് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പോലീസുകാർ ഉൾപ്പെടെയൊക്കെ പലരും വഴുതി വീണ് അപകടമുണ്ടാകുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോയി. അത്രയും ചെളി നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് തന്നെയാണ് ഇന്നലെ ഈ ഒരു തെരച്ചിൽ നടന്നിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ
എന്നിരുന്നാൽ പോലും അത്രയും ദുഷ്കരമായ അവസ്ഥ തരണം ചെയ്ത് കുഞ്ഞിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരുന്ന ഒരു നാട് മുഴുവൻ അതിൻ്റെ ഒപ്പം നിൽക്കുന്നു എന്നുള്ള കാര്യമായിരുന്നു ഇന്നലെ ഒരു 4.5 മണിക്കൂർ ഇവിടെ സംഭവിച്ചതാണ്. അതിനുശേഷമാണ് കല്യാണിയെ കണ്ടെത്തുന്നത്. അങ്ങനെയാണ് പിന്നീടാണ് ഈ ഗാർഹിക പീഡനത്തിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കല്യാണിയുടെ മരണം വിരൽ ചൂണ്ടുന്നത്. അമ്മയുടെ മാനസിക ആരോഗ്യത്തിലെ പറ്റി ആദ്യം മുതലേ ചർച്ചയുണ്ടായിരുന്നെങ്കിൽ പോലും അമ്മയുടെ മാനസികാരോഗ്യത്തിന് പ്രശ്നമുണ്ടായത് അല്ലെങ്കിൽ ഇത്രയും കുഞ്ഞുങ്ങളെ കൊല്ലണം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറിയത് ഗാർഹിക പീഡനമാണ് കാരണം എന്നൊരു വിലയിരുത്തൽ കൂടി എന്നൊരു ആരോപണം കൂടി ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് ക്ലാരിറ്റി വരണം. ഈ നേരത്തെ മുതലേ സന്ധ്യ ഇത്തരത്തിൽ മാനസികാസ്വാസ്ഥ്യമുള്ള ഒരു സ്ത്രീ ആയിരുന്നോ, അതോ ഈ ഗാർഹിക പീഡനം കൊണ്ട് മറ്റു സ്ത്രീകളൊക്കെ ചെയ്യുന്ന പോലെ കുഞ്ഞുങ്ങളെയും കൊന്ന് താനും ജീവൻ എടുക്കുന്ന ഒരു ചിന്ത ആയിരുന്നോ ഉണ്ടായിരുന്നത്? അത് സന്ധ്യ പറയുന്നുണ്ട്. കുഞ്ഞിനെ കൊന്ന ശേഷം ഞാനും ആത്മഹത്യ ചെയ്യണം എന്നായിരുന്നു തീരുമാനിച്ചിരുന്നതെന്ന് പറയുമ്പോഴും പക്ഷേ സന്ധ്യ അത് ചെയ്തില്ല. പക്ഷേ ഈ ആത്മഹത്യ ചെയ്യാനുള്ള, നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനം ചിലപ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ആ തീരുമാനം മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും എന്ന് പറയുന്നത് പോലെ ഈ 3.5 മണിക്കൂർ സമയം കൊണ്ട് കുഞ്ഞിനെ കൊല്ലാനുള്ള തീരുമാനം സന്ധ്യയ്ക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. സന്ധ്യ മാറ്റിയിട്ടില്ല. അതിൻ്റെ അർത്ഥം സന്ധ്യ നേരത്തെ തന്നെ ഇക്കാര്യം, അതായത് കുഞ്ഞിനെ കൊല്ലണം എന്ന് കരുതിക്കുട്ടി ഇറങ്ങിയത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നേരത്തെയും ഇത്തരം കൊലപാതക ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയും റെഫറൻസായി വെച്ച് തന്നെയാണ് പോലീസ് സന്ധ്യയുമായുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. അങ്ങനെയാണ് എന്തായാലും ഇതിൽ ഇനി പുറത്തു വരാനുള്ളത് മാനസികാരോഗ്യ വിദഗ്ധൻ എത്തിയ ശേഷം സന്ധ്യയുടെ മാനസികാരോഗ്യത്തെ പറ്റിയുള്ള ഒരു ധാരണയുണ്ടാവണം. അതിൽ മാനസികാരോഗ്യം ഇല്ലാത്ത അല്ല താറുമാറായ അവസ്ഥയിലാണോ സന്ധ്യയുടേത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. അതിനുശേഷമായിരിക്കും സന്ധ്യയെ കോടതിയിൽ ഹാജരാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുക. പിന്നീട് ഈ ഭർത്താവിനെ ചോദ്യം ചെയ്യാനുണ്ട്. ഗാർഹിക പീഡനാരോപണം ഭർത്താവിനും ഭർത്താവിൻ്റെ അമ്മയ്ക്കെതിരെയും സന്ധ്യയുടെ വീട്ടുകാർ ഉന്നയിച്ചിട്ടുമുണ്ട്. ഇതുമാണോ ഈ മരണകാരണത്തിലേക്ക്, അല്ലെ കുഞ്ഞുങ്ങളെ കൊന്ന് അവരും ജീവനൊടുക്കുന്ന ഒരു തീരുമാനത്തിലായിരുന്നു സന്ധ്യ എത്തിയിരുന്നത്? ഇത്തരം കാര്യങ്ങളിലും വ്യക്തത വരാനുണ്ട്. സജിത്ത്.